എല്ലാവരും എന്നെ എടുക്കുവാണോ? എല്ലാവരും ഉച്ചയൂണൊക്കെ ഉണ്ടോ? 1 മണി കഴിഞ്ഞു. ചിലരൊക്കെ 1 മണിക്ക് മുന്നേ ഉണ്ണും. ഞങ്ങളെന്തായാലും ചോറുണ്ണാൻ പോകുന്നതേ ഉള്ളൂ. ഇന്ന് നേരത്തെ അങ്ങ് ചോറ് കൊടുക്കാൻ ഒരുമല്ല. സാരും സത്യം പറഞ്ഞാൽ 1 മണിയായി, ചേട്ടൻ വരാറായി. ചെറുക്കാപ്പി ഉറക്കമാണ്, പക്ഷെ ഭയങ്കര കരച്ചിലുള്ളൂ. ഇപ്പോൾ എഴുന്നേറ്റുണ്ട്. എന്നാൽ പിന്നെ ആദ്യമേ അവൾക്കങ്ങ് ചോറ് കൊടുത്തേക്കാം. അവൾ ഉണ്ടിരുന്ന് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് എപ്പോഴാണെങ്കിലും കഴിക്കാമല്ലോ. അവൾ ചോറെടുക്കുമ്പോൾ പണ്ടുള്ള ആൾക്കാർ പറയും അമ്മമാർ ചോറിനാൻ നേരത്ത് പിള്ളേർ കരയുന്നത്. അത് കറക്റ്റാണ്. അവൾക്ക് ചോറ് എപ്പം കൊടുക്കുന്ന അന്നേരം അതുകൊണ്ട് അവൾക്കുള്ളൊരു കുറങ്ങ് കൊടുത്തേക്കാൻ അവളുണ്ടിട്ട് ഇരുന്നോളൂല്ലോ. പിന്നെ പോയിട്ട് ഞങ്ങളുടെ കാര്യമല്ലേ ഉള്ളൂ. എനിക്ക് ഇപ്പം ചേട്ടൻ വന്നു കഴിയുമ്പോഴേ ഞാൻ കഴിക്കുള്ളൂ. നേരത്തോട്ട് അങ്ങനെ തന്നെ ആയിപ്പോയി. ഒരു ശീലമാണ് അത്, ചേട്ടൻ വന്ന് കഴിഞ്ഞ് കഴിക്കുന്ന ശീലം. ഇത് വേണ്ടേ, ഇന്ന് വേണ്ടേ നമ്മൾ വെച്ചേക്കുന്ന സോയാബീൻ കറിയാണ്. ഇതിൻ്റെ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട്, വലിയ വീഡിയോ ഇട്ടിട്ടുണ്ട്. എല്ലാവരും കാണണം ഇതിന്ന് കേട്ടോ. നല്ല സൂപ്പർ കറിയാണ്. ഇത് കണ്ടോ, സോയാബീൻ ഡ്രൈ ഫ്രൈ, ബീഫ് വെക്കുന്ന പോലെ കണ്ടോ. സോയാബീൻ വെച്ചേക്കുന്നുണ്ടോ? ഉണ്ടോ? അവൾക്ക് ചോറെടുക്കുമ്പോൾ അവൾക്ക് കറി ഏറെ വേണം. ഏത് കറിയാണെങ്കിലും വെക്കുന്ന കറിയൊക്കെ വളരെ ഇഷ്ടം. സോയാബീൻ കറി. പിന്നെ ഇന്ന് വെക്കുന്നത് നമ്മുടെ തീയലാണ്. ഇതിൻ്റെ വീഡിയോയും ഉണ്ട്. കത്രിക്കയുടെ തീയൽ, വഴുതനങ്ങയല്ല കത്രിക്ക. ഇതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. കത്രിക്ക തീയൽ. ഇന്നലത്തെ എന്തെല്ലാം കറിയൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ മുമ്പ്, ഇതെല്ലാം ഒരുപാട് വെച്ചാൽ ഇവിടെ ഞാനും ആ കൊച്ചു മാത്രമേ കൂട്ടുള്ളൂ. കറികളോടൊന്നും ഇവിടെ വലിയ ഇഷ്ടമില്ല. പിന്നെ ഇന്നത്തെ നല്ല കട്ട തൈര. എന്താണെന്ന് വെച്ചാൽ തീയലിൻ്റെ കൂടെ പച്ചമോരിനെക്കാട്ടും നല്ല കട്ട തൈര് ഒഴിച്ച് കഴിക്കുന്നതാണ് നല്ല ടേസ്റ്റ്. കണ്ടോ, നല്ല കട്ട തൈര് ഇന്നത്തെ. പിന്നെ നാരങ്ങ അച്ചാർ അതും വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു പപ്പടം. ഇന്നത്തെ വിഭവങ്ങളാണിത്. കണ്ടോ, സോയാബീന്, അച്ചാറ്, തീയൽ, തൈര്, പപ്പടം. സമയമൊന്നും ആയില്ല. എല്ലാവരും ഉണ്ട് കാണുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഉണ്ണാത്തവരെന്ന് വിളിക്കുമ്പോൾ ഉണ്ടോ വിഷമിക്കേണ്ട. എല്ലാവർക്കും ചോറ് തരാം ഞാനിവിടെ. ചോറ് എപ്പോഴും ഉണ്ട് കേട്ടോ. പിന്നെ വെളിയിലൊക്കെ ഉള്ള പിള്ളേർ വിളിച്ചിട്ട് അവർ കുറേ കറികളുടെയൊക്കെ പേരിട്ടിട്ട് അമ്മ അത് വെച്ച് കാണിക്കാവോ, അത് വെച്ച് തരാമെന്നൊക്കെ ചോദിക്കും. എന്തായാലും അതൊക്കെ ഞാൻ വെച്ച് തരും. വയ്യ വെളിയിലോട്ടൊക്കെ ഒന്ന് ഇറങ്ങട്ടെ. ചുണ്ടൊക്കെ അവർ ആവശ്യപ്പെട്ടേക്കുന്നത് ചുണ്ട് തോരൻ വെക്കണമെന്നൊക്കെ പറഞ്ഞ്. നമ്മുടെ പറമ്പിൽ വാഴ കുറവാണ്, അതുകൊണ്ട് ചുണ്ടൊന്നുമില്ല. ചുണ്ടുള്ളിടത്ത് പോയി ചുണ്ട് തപ്പി പിടിച്ചുകൊണ്ട് വന്ന് ഞാൻ ചുണ്ട് തോരൻ വെച്ച് കൊടുക്കും ഞാൻ പിള്ളേർക്ക്, എന്താണെന്ന് പറഞ്ഞാലും. പിന്നെ വായോ എല്ലാവരും ചോറൊക്കെ ആയി എല്ലാവരും ഓടി വാ ചോറുണ്ണാം.